5 പേർക്കുള്ള അരി ഇടാൻ പറഞ്ഞപ്പോഴത്തേക്ക് 5 പ്ലേറ്റിന്റെ അകത്ത് അരി അളന്നിട്ട് ഇട്ട ആളുകളാണ്. ഇത് ബോയ്സിനുള്ളതാണ്, പ്രത്യേകിച്ച് സഹോദരിമാരില്ലാത്ത ആൺകുട്ടികൾക്ക്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെ ഉമ്മമാരായിരിക്കും അടുക്കളയിൽ ജോലി ചെയ്യുക അല്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും സഹായിക്കാൻ കയറിയിട്ടുണ്ടോ? നിങ്ങൾ കയറണം, ഇതൊരു അപേക്ഷയാണ്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ വളരെ എളുപ്പമാണ്, ചോറാകുന്നത് കറിയാകുന്നത് ഒക്കെ എളുപ്പമാണ് അടുക്കള ജോലി എന്ന് പറഞ്ഞാൽ. അല്ലടോ, വലിയ പ്രയാസമാണ്. ഞാനിന്ന് ഉച്ചയ്ക്ക് അടുക്കളയൊക്കെ വൃത്തിയാക്കി എത്ര നോക്കിയിട്ട് വൃത്തിയാകുന്നില്ല, എന്തെങ്കിലും എടുത്ത് മാറുമ്പോൾ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, എന്റെ ഉമ്മയൊക്കെ, എന്റെ വീട്ടില് സഹോദരന്മാരില്ല, ഞങ്ങൾ 3 ആൺകുട്ടികളാണ്. അപ്പൊ ഉമ്മ ഒന്നും അടുക്കളയിൽ കയറ്റിയിട്ടേ ഇല്ല, ഞാനൊന്നും തീരെയും കയറിയില്ല. എന്തെങ്കിലും പാത്രങ്ങൾ കഴിയാലല്ലാതെ അറ്റ്ലീസ്റ്റ് ഒന്നും അറിയില്ലായിരുന്നു, കുക്കിങ്ങിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഞാനൊക്കെ ഹീറ്ററിന്റെ അകത്ത് പ്രവാസ ലോകത്ത് വന്നപ്പോഴത്തേക്ക് പാലൊഴിച്ചിട്ട് ചായ തിളപ്പിക്കാൻ വെച്ച ആളാണ്. ഞാൻ വേറൊരു കൂട്ടുകാരന്റെ കഥ പറഞ്ഞത് കേൾക്കാം. 5 പേർക്കുള്ള അരി ഇടാൻ പറഞ്ഞപ്പോഴത്തേക്ക് 5 പ്ലേറ്റിന്റെ അകത്ത് അരി അളന്നിട്ട് ഇട്ട ആളുകളാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ അടുക്കള പണി എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, പക്ഷെ അതിനനുസരിച്ച് രസമാണ്. പക്ഷെ നമ്മുടെ ഉമ്മമാരെ ആ പ്രയാസം നമ്മളെ അറിയിക്കില്ല കേട്ടോ. നമ്മള് സഹോദരിമാര് ഇല്ലാത്ത ഒരു ഉമ്മമാർ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുമ്പോൾ നമ്മൾ സഹായിക്കണം. ഉമ്മയോട് എന്തെങ്കിലും ചെറിയ രൂപത്തെങ്കിലും നമ്മൾ ഉമ്മമാരെ സഹായിക്കാൻ കയറണം. ഇതിന്റെ ഒരു അപേക്ഷയാണ്. അതിനൊരു സുഖമുണ്ട് കേട്ടോ. നമ്മൾ കുക്ക് ചെയ്ത് അതിനൊരു ടേസ്റ്റ് വരുമ്പോഴത്തേക്കും വല്ലാത്തൊരു സുഖമുണ്ട്. നമ്മള് എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇനി സഹോദരിമാരുള്ളവരാണെങ്കിലും നമ്മൾ അതൊരു പെൺകുട്ടികളുടെ, ലേഡീസ്, സ്ത്രീകളുടെ ഡ്യൂട്ടിയാണ് കിച്ചൺ എന്നൊരു തോട്ട് നമ്മൾ മാറ്റണം. ഇതൊക്കെ പുതിയ കാലമല്ലേ, നമ്മളൊക്കെ ജെൻസി കാലത്ത് ജീവിക്കുന്ന പിള്ളേരല്ലേ. അപ്പൊ അതുകൊണ്ട് കിച്ചന്റെ, അതിപ്പോ ചെറിയ പിള്ളേരാണെങ്കിലും ആ ഒരു കുക്കിങ്ങിനൊരു ഫീൽ ഉണ്ടോ. നിങ്ങൾ വലിയ ഗെയിമുകളൊക്കെ കളിച്ച് വിൻ ചെയ്യുന്നതിനേക്കാളും വലിയൊരു ഫീല് നമ്മുടെ ഈ കുക്കിങ്ങിനുണ്ട്. അപ്പൊ ആ ഫീലും നമുക്ക് തിരിച്ചറിയണ്ടേ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ ഈ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും ഒരാള് അങ്ങനെ ഉമ്മയെ സഹായിക്കാൻ കയറി, അത് വലിയ സന്തോഷമാവും. അപ്പൊ ഓക്കെ.